നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണക്ഷൻ ഫോർമുലേനെ കുറിച്ചാണ്. എന്തെങ്കിലും ഒരു സെപ്പറേഷൻ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് രണ്ട് റീജിയൻസ് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കണക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഒരു സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വിയുടെ ടേംസിൽ വരും, ഒരു ഡിസ്റ്റൻസ് നമ്മൾ എക്സിൻ്റെ ടേംസിൽ അളക്കും. സോ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ, ഇവിടെ എക്സ് ഡിസ്റ്റൻസ്, ഇവിടെ വി ഓഫ് എക്സ് പൊട്ടൻഷ്യൽ. ഇതാണ് ഇവിടുത്തെ ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്നത്, ഇ ഈസ് ഈക്വൽ ടു വി. പിന്നെ ഒരു വേരിയിങ് പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുക, വി ഓഫ് എക്സ്. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് എക്സ് ഈക്വൽ ടു എക്സ് വൺ എന്ന് നമ്മൾ എഴുതും, ഒരു പോയിന്റ് എക്സ് വൺ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ എക്സ് വൺ എന്ന പോയിന്റ് ഇതിനെ റീജിയൻ 1ഉം റീജിയൻ 2ഉം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. റീജിയൻ 1ഉം റീജിയൻ 2ഉം. പിന്നെ ഇ ഈസ് ഈക്വൽ ടു വിക്ക് മേളിൽ ഒരു റീജിയൻ ഉണ്ട്, താഴെ ഒരു റീജിയൻ ഉണ്ട്. ഇപ്പം ഒരു പോയിന്റ് രണ്ട് റീജിയൻസിനെ ക്രിയേറ്റ് ചെയ്യും. അവിടെ നമുക്ക് രണ്ട് കണക്ഷൻ ഫോർമുലയും കിട്ടും. അതായത് ഒരു ടേണിംഗ് പോയിന്റിന് അല്ലെ ഒരു പോയിന്റ് ഓഫ് സെപ്പറേഷന് നമുക്ക് രണ്ട് കണക്ഷൻ ഫോർമുല ഉണ്ടാകും. അത് ഒരെണ്ണം അങ്ങോട്ട് റീജിയൻ 1 ടു റീജിയൻ 2ഉം ആരോ ഇട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ടാവും. ഒരെണ്ണം തിരിച്ചു റീജിയൻ 2ൽ നിന്ന് റീജിയൻ 1ലോട്ട് വരുന്ന കണക്ഷനും ഉണ്ടാകും. സോ ഒരു പോയിന്റിന് രണ്ട് കണക്ഷൻ ഫോർമുല ഉണ്ടാകും. അപ്പോൾ ഈ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് വൺ ആണ്. ഇൻ ദ ഫിഗർ turning point is at x equal to x1. In the figure, turning point is considered at x equal to x1. ഒരു സൈഡിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണ്, മറ്റേ സൈഡിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി ആണ്. ഓൺ വൺ സൈഡ് the solution is exponential and other side it is oscillatory. ഇനി ഈ ഇ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഡബ്ല്യു കെ ബി സൊല്യൂഷൻ ബ്രേക്ക് ആവും. The WKB solution breaks down at the WKB solution breaks at E is equal to V of x near the turning point. അതായത് ഇ ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു എക്സ് വൺ ആകുന്ന പോയിന്റിൽ, അതായത് ടേണിംഗ് പോയിന്റിൽ ഏകദേശം ഈ ഒരു സ്പേസിൽ ഡബ്ല്യു കെ ബി അപ്രോക്സിമേഷനും സൊല്യൂഷനും ബ്രേക്ക് ഡൗൺ ആവും. അതായത് വാലിഡ് അല്ലാതെ ആകും. അതായത് ബൗണ്ടറിയിലാണ് ആ കണ്ടീഷൻ വരുന്നത്, ഡബ്ല്യു കെ ബി സൊല്യൂഷൻ വാലിഡ് അല്ലാതാകുന്ന കേസ്. ഇനി നമ്മൾ ഡബ്ല്യു കെ ബി സൊല്യൂഷനിൽ അപ്രോക്സിമേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സിസ്റ്റവും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടാനായിട്ട് ഈ കേസിൽ നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് രണ്ട് റീജിയണിനെ, റീജിയൻ 1നെയും റീജിയൻ 2നെയും കണക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. സോ ടു ഗെറ്റ് ദി കംപ്ലീറ്റ് സൊല്യൂഷൻ വേവ് ഫംഗ്ഷൻ ഹാസ് ടു ബി കണക്റ്റഡ് ഫോർ റീജിയൻ 1 ആൻഡ് റീജിയൻ 2. സോ ടു ഗെറ്റ് ദി കംപ്ലീറ്റ് സൊല്യൂഷൻ വേവ് ഫംഗ്ഷൻ ഹാസ് ടു ബി, നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടേണിംഗ് പോയിന്റ് 2 റീജിയൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ E ഈസ് ഈക്വൽ ടു V എന്ന് പറയുന്നതും 2 റീജിയൻസ് ക്രിയേറ്റ് ചെയ്യും. സോ ടോട്ടൽ 4 റീജിയൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടാനായിട്ട് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ മേളത്തെ റീജിയണിനെയും താഴത്തെ റീജിയണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കണം. വേവ് ഫംഗ്ഷൻ ഹാസ് ടു ബി connected for regions E less than V of x and E greater than V of x. ഇനി മോസ്റ്റ് കേസസിലും നമുക്ക് കണക്ഷൻ ഫോർമുലയാണ് ടേണിംഗ് പോയിന്റ് നിയർ ആയിട്ട് കിട്ടേണ്ടത്. കാരണം ടേണിംഗ് പോയിന്റ് ആണ് 2 റീജിയൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് WKB അപ്രോക്സിമേഷനിൽ മോസ്റ്റ് ഓഫ് ദി കേസസിൽ കണക്ഷൻ ഫോർമുലയാണ് ടേണിംഗ് പോയിന്റിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് റാദർ ദാൻ സൊല്യൂഷൻ. സോ ഇൻ മോസ്റ്റ് കേസസ് വൺ റിക്വയർ ഓൺലി കണക്ഷൻ ഫോർമുല ആൻഡ് നോട്ട് എക്സാക്ട് സൊല്യൂഷൻ നിയർ ദി ടേണിംഗ് പോയിന്റ്. In most cases we require connection formula rather than exact solution near the turning point. ഓക്കെ, ഇനി നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഈ ഡയഗ്രത്തിൽ ഒരു പൊട്ടൻഷ്യൽ വി ഓഫ് എക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൺസിഡർ എ സ്മൂത്ത്ലി വേരിയിങ് പൊട്ടൻഷ്യൽ വി ഓഫ് എക്സ്. കൺസിഡർ എ സ്മൂത്ത്ലി വേരിയിങ് പൊട്ടൻഷ്യൽ വി ഓഫ് എക്സ്. ഈ വി ഓഫ് എക്സിനെ നമുക്ക് ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡഡ് ബൈ ടൈലർ സീരീസ് ആസ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് വൺ, ടേണിംഗ് പോയിന്റിൻ്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ വി ഓഫ് എക്സ് വൺ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇതാണ് വി ഓഫ് എക്സിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് വി ഓഫ് എക്സ് ഈക്വൽ ടു വി ഓഫ് എക്സ് വൺ, ടേണിംഗ് പോയിന്റ് എക്സ് വണ്ണിലെ പൊട്ടൻഷ്യൽ പ്ലസ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് വൺ ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടേണിംഗ് പോയിന്റ് എക്സ് വൺ. ഇതാണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇനി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് വണ്ണിൽ, അതായത് വി ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ഈ ആകുന്ന പോയിന്റിൽ ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ്, അതായത് അറ്റ് ടേണിംഗ് പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് വൺ വെയർ ഇ ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് വൺ, ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് d square psi by dx square minus 2m by h cut square into dou v by dou x ഇതേ സാധനം at x equal to x1 into x minus x1 into psi is equal to 0. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നമ്മൾ WKB അപ്രോക്സിമേഷനിൽ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. ഇവിടെ ആ കെ സ്ക്വയറിന് പകരമാണ് ഈ ടേം വന്നിരിക്കുന്നത്. ഇത്രയും ടൈം ടൈലർ എക്സ്പാൻഷനിൽ അതേ ടൈം തന്നെ, ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. നേരത്തെ WKB അപ്രോക്സിമേഷനിൽ കെയുടെ സ്ഥാനത്ത് എന്തുവരുന്നു വന്നത് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് എന്നായിരുന്നു. ഇവിടെ ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ വന്നു ഇൻറ്റു സൈ. അതാണ് വ്യത്യാസം വന്നതെന്ന് പറയുന്നത്. ഇത് ഇക്വേഷൻ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കണ്ടുപിടിക്കും, അതിൻ്റെ സൊല്യൂഷൻ പറയണം. ഇനി സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്.
to find the solution, two independent solution for region 1 and region 2 has to be found. Two independent solutions of equation 2. Two independent solutions of equation 2. This is equation 2. Two independent solutions of equation 2 for region x less than x1 and x greater than x1 has to be found. Two independent solutions for the Schrodinger equation for region 1 and region 2 has to be found. This kandupidiccha solution has to be taken to a region where WKB solutions are applicable. Then find the connection formula. These solutions has to be carried to a region. These solutions has to be carried to a region where WKB solutions are applicable. WKB solutions are applicable. Then obtain the connection formula. അപ്പോൾ ആദ്യം രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം റീജിയൻ 1നും റീജിയൻ 2നും രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഈ സൊല്യൂഷൻസ് WKB അപ്രോക്സിമേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റീജിയനിൽ കൊണ്ടുപോയി കണക്ഷൻ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഇനി ഈ കണക്ഷൻ ഫോർമുല കണ്ടുപിടിച്ചത് ക്രാമേഴ്സാണ്. This connection formula, the connection formula were obtained by Kramers. The connection formula were obtained by Kramers. For each turning point, we will have two connection formula. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ there will be two connection formula. For one turning point, there will be two connection formula. ഇനി നമ്മൾ രണ്ട് ടേണിംഗ് പോയിന്റ് x1ഉം x2ഉം കൺസിഡർ ചെയ്താൽ കൺസിഡർ ടു ടേണിംഗ് പോയിന്റ്സ് x1 and x2. We have one region or one barrier. We have one barrier to the right of turning point x1. To the right of x1 നമ്മളിവിടെ ഒരു x1ഉം x2ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാരിയർ എന്ന് പറയുന്നത് x1ൻ്റെ റൈറ്റിലോട്ടും മറ്റൊരു ബാരിയർ എന്ന് പറയുന്നത് അനദർ ടു ദ ലെഫ്റ്റ് ഓഫ് x2. ഒരു ബാരിയർ x1ൻ്റെ റൈറ്റിലും ഒരു ബാരിയർ x2ൻ്റെ ലെഫ്റ്റിലുമായിട്ടാണ്. So when we consider two turning points x1 and x2, we have one barrier to the right of x1 and another to the left of x2. ഇനി ഇപ്പോൾ ഇവിടെ രണ്ട് ടേണിംഗ് പോയിന്റ് വന്നു. സോ 4 കണക്ഷൻ ഫോർമുല വരും. ഇനി x1 കൺസിഡർ ചെയ്യുമ്പോഴത്തേനും കൺസിഡറിങ് ദ ടേണിംഗ് പോയിന്റ് considering the turning point x1, we have
ടു കണക്ഷൻ ഫോർമുല ആസ്, ഈ കണക്ഷൻ ഫോർമുലയാണ് നമ്മളിനി പറയാൻ പോകുന്നത്, അത് ശ്രദ്ധിച്ചോണം. 2/k⁻². 2/k⁻². ഈ കണക്ഷൻ ഫോർമുല രണ്ടെണ്ണം വരുമല്ലോ ഒരു പോയിന്റിൽ, അത് ഒരെണ്ണം കോസിൻ്റെ ടേമിലും ഒരെണ്ണം സൈനിൻ്റെ ടേമിലുമായിരിക്കും. പിന്നെ നമ്മൾ WKB അപ്രോക്സിമേഷൻ നോക്കിയപ്പോഴാണേലും കെയുടെ ഒരു സൊല്യൂഷനും ഉണ്ടായിരുന്നു, ഗാമയുടെ ഒരു സൊല്യൂഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ആദ്യം കോസിൻ്റെ ഒരു ടേം ഉണ്ടാവും, രണ്ട് സൊല്യൂഷനിൽ ഒരു കോസും ഒരു സൈനും ഉണ്ടാവും, കെയും ഗാമയും ഉണ്ടാവും. സോ കോസാണ് ആദ്യം വരുന്നത്. ഇനി x1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. സോ x to x1 2/k⁻² cos x1 x to x1 k dx minus pi/4. ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കോസിൻ്റെ അടുത്തേക്കാണ്, അതുകൊണ്ട് ആരോ കോസിൻ്റെ അടുത്തേക്ക് വേണം ഇടാൻ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കെ ഉണ്ടാവും, പിന്നെ ഗാമ. സോ 1/γ⁻² എക്സ്പോണൻഷ്യൽ മൈനസ് x1 to x, x to x1 അല്ല, മൈനസ് x1 to x ഗാമ dx. ഇതാണ് ഫസ്റ്റ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് കണക്ഷൻ ഫോർമുല ഉണ്ടാവും. രണ്ട് കണക്ഷൻ ഫോർമുലയിൽ ഒരെണ്ണം എന്ന് പറയുന്നത് കോസിൻ്റെ ടൈം ആയിരിക്കും, മറ്റെന്ന് പറയുന്നത് സൈനിൻ്റെ ടൈം ആയിരിക്കും. ഫസ്റ്റ് ഫോർമുലയിൽ തന്നെ കെയുടെ ഒരു ടൈമും ഉണ്ടാവും, ഗാമയുടെ ഒരു ടൈമും ഉണ്ടാവും. സോ ഇവിടെ കോസിൻ്റെ ടൈം വരുമ്പോൾ അവിടെ ഒരു 2 ഉണ്ടാവും. സോ 1/k⁻² അല്ല, 2/k⁻² കോസ് x to x1 ആണ് k dx minus pi/4. ഇപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി കോസിൻ്റെ അടുത്തോട്ടാണ് എപ്പോഴും വരുന്നത്. കോസ് ഉള്ളപ്പോഴത്തേനും കോസിൻ്റെ അടുത്തോട്ടാണ് ആരോ വരുന്നത്. സോ ആരോ ഇങ്ങോട്ട്. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് കോസ് ഇല്ലാത്ത ടൈം, അപ്പോൾ അവിടെ 2 അല്ല 1 വരുള്ളൂ. 1/γ⁻² എക്സ്പോണൻഷ്യൽ x to x1 അല്ല, മൈനസ് x1 to x ഗാമ dx. ഇതാണ് ഫസ്റ്റ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് സൈനിൻ്റെ ടൈമിലാണ് വരുന്നത്. അപ്പോൾ സൈനിൻ്റെ കൂടെ 2 ഇല്ല, 1/k⁻² സൈൻ x to x1 k dx മൈനസ് pi/4. സൈനാണ്, അപ്പോൾ സൈൻ്റെ പാർട്ടിൽ നിന്നാണ് പോകുന്നത്. മൈനസ് 1/γ⁻² എക്സ്പോണൻഷ്യൽ x1 to x ഗാമ dx. ഇതാണ് നമ്മുടെ രണ്ട് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇതിന് 3 കൊടുക്കാം. സോ സൈൻ്റെ ടൈം നോക്കുമ്പോഴത്തേനും 1/k⁻² സൈൻ ഇൻ്റഗ്രൽ x to x1 k dx മൈനസ് pi/4. സൈൻ ആകുമ്പോഴത്തേനും സൈൻ്റെ ടൈമിൽ നിന്നാണ് പോകുന്നത്. മൈനസ് 1/γ⁻² എക്സ്പോണൻഷ്യൽ x1 to x ഗാമ dx. ഇത്രയാണ് രണ്ട് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇത് x1 എന്ന് പറയുന്ന പോയിന്റിനാണ് ഈ രണ്ട് ഫോർമുല വന്നത്. ഇനി x2ൻ്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, കൺസിഡറിങ് the turning point x2, considering the turning point x2, we have 1/γ⁻² exponential minus x to x2 ഗാമ dx. കോസിൻ്റെ ടൈം ഇവിടെയാണ് വരുന്നത്. സോ ആരോ കോസിൻ്റെ ടൈമിലോട്ട് 2 കോസ് വരുമ്പോൾ 2 വരും, k⁻² കോസ് x2 to x k dx മൈനസ് pi/4. ഇവിടെ ഗാമയുടെ ടൈംസ് വരുമ്പോൾ എപ്പോഴും മൈനസ് ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് x to x2. ഇവിടെ കെയുടെ ടൈമാണ്, സോ മൈനസ് ഇല്ല. x2 to x, ഫസ്റ്റ് x to x2, പിന്നെ x2 to x. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് പോയിന്റിലെ ഫസ്റ്റ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ഇത് ഗാമയുടെ ടൈംസിൽ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കെയും ആയിരുന്നു, ഇവിടെയും ഗാമയാണ്. ഗാമയുടെ ടൈംസിൽ ഫസ്റ്റ് പ്ലസ് പോസിറ്റീവ് വരും, സെക്കൻഡ് മൈനസ് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോസിറ്റീവ് ആണ്, ഇനി മൈനസ് വരും. മൈനസ് 1/γ⁻² എക്സ്പോണൻഷ്യൽ ഇൻ്റഗ്രൽ x to x2 ഗാമ dx
arrow 1/k⁻½ sin x2 to x k dx minus pi/4. ഇതാണ് സെക്കൻഡ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ കണക്ഷൻ ഫോർമുല പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? 2 പോയിന്റിന് പറയും കണക്ഷൻ ഫോർമുല, x1 x2. സോ 4 കണക്ഷൻ ഫോർമുല ടോട്ടൽ വരും. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം എന്ന് പറയുന്നത് സൈൻ്റെ ടൈമിലും ഒരെണ്ണം കോസിൻ്റെ ടൈമിലും ഒരെണ്ണം സൈൻ്റെ ടൈമിലും വരും. ഒരു സൈഡിൽ കെയും ഒരു സൈഡിൽ ഗാമയുമാണ്. സോ ഫസ്റ്റ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് 2/k⁻½ കോസ് ഇൻ്റഗ്രൽ x to x1 k dx minus pi/4. കോസ് വരുമ്പോഴത്തേനും അങ്ങോട്ടാണ് ആരോ വരുന്നത് 1/γ⁻½ എക്സ്പോണൻഷ്യൽ മൈനസ് x1 to x ഗാമ dx. പിന്നെ സൈൻ്റെ ടേം വരും 1/k⁻½ സൈൻ ഇൻ്റഗ്രൽ x to x1 k dx minus pi/4. സൈൻ വരുമ്പോഴത്തേനും സൈൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പുറത്തോട്ടാണ് പോകുന്നത്. സോ ആരോ പുറത്തോട്ട് ഇടണം -1/γ⁻½ എക്സ്പോണൻഷ്യൽ ഇൻ്റഗ്രൽ x1 to x ഗാമ dx. ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ പോയിന്റിനും വരുന്നത്. പക്ഷേ കെയുടെ ടൈം ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ ഗാമയായിരുന്നു. അത് തിരിഞ്ഞു വരും, ഗാമ ഇവിടെയും കെ ഇവിടെ ആയിട്ട് വരും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി പാറ്റേൺ എല്ലാം സെയിം ആണ്. പക്ഷേ ഇൻ്റഗ്രൽ നേരത്തെ ഇവിടെ x to x1 ആയിരുന്നു, പക്ഷേ ഇവിടെ x to x2 ആകും, ഇവിടെ x2 to x. അത്രയാണ് വ്യത്യാസം വരുന്നത്. ഇനി ഇതിൻ്റെ ഇപ്പോൾ കണക്ഷൻ ഫോർമുല കഴിഞ്ഞ് 3 and 4 gives the connection formula for 3 and 4 gives the connection formula for turning point x1 and x2. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ള. പ്രോപ്പർട്ടീസ് cosine term. The cosine term always indicate decreasing potential. The cosine term always indicate decreasing potential. Sine term represent increasing potential. പിന്നെ ഡ്യൂ ടു ദി നെഗറ്റീവ് സൈൻ ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ അപ്രോച്ചസ് -∞. ഈ നെഗറ്റീവ് സൈൻ ഇപ്പോൾ സൈനിൻ്റെ ടൈമാണ് ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡ്യൂ ടു ദ നെഗറ്റീവ് സൈൻ ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ അപ്രോച്ചസ് -∞. സൈൻ ടൈമാണ് ഇൻക്രീസിങ് പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്നത്. മൈനസ് സൈൻ കാരണം ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -∞ അപ്രോച്ച് ചെയ്യും. ഡ്യൂ ടു നെഗറ്റീവ് സൈൻ the increasing potential approaches -∞. ഇനി ഡയറക്ഷൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആരോസ് ആണ്. The arrows are used for accurate result. Not using the arrows causes small errors. ആരോസ് എന്തിനു വേണ്ടിയാണ്? ആക്യുറേറ്റ് റിസൾട്ടിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആരോസ് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്മോൾ എറേഴ്സ് കോസ് ആവും. ആരോസ് ആർ യൂസ്ഡ് ഫോർ accurate results. Arrows are used for accurate results. Not using arrows causes small errors. പിന്നെ WKB approximation breaks down if the turning point are close to the barrier. WKB approximation fails WKB approximation fails if turning point are close to top of the barrier. WKB approximation fails when the turning points are close to top of the barrier. ഇത്രയാണ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്.
സോ കണക്ഷൻ ഫോർമുലയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് ഒരു പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തു, ഒരു ടേണിംഗ് പോയിന്റ് റീജിയൻ 1 റീജിയൻ 2 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത്, അതിന് ശേഷം നമ്മളൊരു സ്മൂത്ത്ലി വേരിയിങ് പൊട്ടൻഷ്യൽ വി ഓഫ് എക്സിൻ്റെ ടൈലർ എക്സ്പാൻഷൻ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പറയണം. അവിടെ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിനാണ് വ്യത്യാസം വരുന്നത്. കെ സ്ക്വയർ മൈനസ് 2m/h കട്ട് സ്ക്വയർ ഡോ വി ബൈ ഡോ എക്സ് എക്സ് മൈനസ് x1 ഇൻറ്റു സൈ. പിന്നെ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ റീജിയൻ 1നും റീജിയൻ 2നും 2 ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് WKB അപ്രോക്സിമേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റീജിയനിലോട്ട് കൊണ്ടുപോകണം. കണക്ഷൻ ഫോർമുല കണ്ടുപിടിക്കണം. കണക്ഷൻ ഫോർമുല ക്രാമേഴ്സ് ആണ് ഡിഫൈൻ ചെയ്തത്. ഫസ്റ്റ് ഒരു ടേണിംഗ് പോയിന്റിന് 2 കണക്ഷൻ ഫോർമുല ഉണ്ടാവും. സോ 2 ടേണിംഗ് പോയിന്റ് x1ഉം x2ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കണക്ഷൻ ഫോർമുല കിട്ടും. അതിൽ ഒരു കോസിൻ്റെ ഒരു സൈൻ്റെ ടൈം ഉണ്ടാവും, ഒരു സൈഡിൽ കെയും ഒറ്റ സൈഡിൽ ഗാമയായിട്ട് വരും. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ്, കോസ് സൈൻ ഡിക്രീസിങ് പൊട്ടൻഷ്യലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈൻ ടൈം ഇൻക്രീസിങ് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യും. നെഗറ്റീവ് സൈൻ കാരണം ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ -ഇൻഫിനിറ്റി അപ്രോച്ച് ചെയ്യും. ആരോസ് ആക്യുറേറ്റ് റിസൾട്ടിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആരോസ് യൂസ് ചെയ്തിട്ടുള്ള സ്മോൾ എറേഴ്സ് ഉണ്ടാകും. WKB അപ്രോക്സിമേഷൻ ഫെയിൽ ആകുന്നത് എപ്പോഴാണ്? ടേണിംഗ് പോയിന്റ് ബാരിയറിന് ക്ലോസ് ആയിട്ട് വരുമ്പോഴാണ്. ഇത്രയാണ് കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാലിഡിറ്റി ഓഫ് WKB അപ്രോക്സിമേഷൻ ആണ്. എന്തൊക്കെ കേസിലാണ് WKB മെത്തേഡ് വാലിഡ് ആകുന്നത്? വാലിഡിറ്റി ഓഫ് WKB മെത്തേഡ്. WKB മെത്തേഡിൻ്റെ വാലിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. കൺസിഡർ ആൻ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷൻ സൈ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, കൺസിഡറിങ് എ വേവ് ഫംഗ്ഷൻ സൈ, വി ഹാവ് a by k raised to half എക്സ്പോണൻഷ്യൽ. ഇത് സൊല്യൂഷനാണ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. സൈ ഈസ് ഈക്വൽ ടു a by k raised to half എക്സ്പോണൻഷ്യൽ പ്ലസ് ഓർ മൈനസ് i ഇൻ്റഗ്രൽ k dx. നമ്മുടെ WKB അപ്രോക്സിമേഷൻ എസ്സേയിൽ പറയുന്ന ഫസ്റ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ എഴുതിയത്. സൈ ഈസ് ഈക്വൽ ടു a by k raised to half എക്സ്പോണൻഷ്യൽ പ്ലസ് ഓർ മൈനസ് i ഇൻ്റഗ്രൽ k dx. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഹിയർ വി ഹാവ് ദി എക്സ്പാൻഷൻ എസ് എന്ന് പറയുന്നത്, എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് S0 ഓഫ് എക്സ് പ്ലസ് S1 ഓഫ് എക്സ് എച്ച് കട്ട് പ്ലസ് S2 ഓഫ് എക്സ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര. ഇനി ഇവിടെ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നെഗ്ലക്റ്റ് ദി ഹയർ ഓർഡർ ടേം S of x is equal to S0 of x പ്ലസ് S1 ഓഫ് എക്സ് ഇൻറ്റു എച്ച്. ഇത്രയും വരും. ഇനി ഈ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ദിസ് ഈസ് ഓൺലി പോസിബിൾ വെൻ എച്ച് കട്ട് ഇൻറ്റു S1 ബൈ S0. S1ഉം S0യുടെ ടേംസ് ആണുള്ളത്. സോ എച്ച് കട്ട് ഇൻറ്റു S1 ബൈ S0 വെരി വെരി ലെസ് ദാൻ 1. ഓർ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് കട്ട് DS1 ബൈ DS0 വെരി വെരി ലെസ് ദാൻ 1. ഓർ എച്ച് കട്ട് ഇൻറ്റു DS1 ബൈ DX ഡിവൈഡഡ് ബൈ DS0 ബൈ DX വെരി വെരി ലെസ് ദാൻ 1. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറെ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ്, അതായത് ഇതിപ്പോൾ തേർഡ് എസ്സേയാണ് വാലിഡിറ്റി ഓഫ് WKB മെത്തേഡ്. ഇതിന് മുമ്പ് കണക്ഷൻ ഫോർമുല, അതിന് മുമ്പ് WKB അപ്രോക്സിമേഷൻ ഉണ്ട്. അവിടെ നമുക്ക് S0ക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത്, വി ഹാവ് S0 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ k എച്ച് കട്ട് dx. ഇവിടെ ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DS0 ബൈ DX ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓം k എച്ച് കട്ട്. ഇതുപോലെ തന്നെ S1 എന്ന് പറയുന്നത് I/2 ln k ആണ്. S1 എന്ന് പറയുന്നത് I/2 ln k. ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DS1 ബൈ DX ഈസ് ഈക്വൽ ടു I/2 1/k dk ബൈ dx. സോ നമുക്ക് DS0 ബൈ DXൻ്റെ വാല്യൂവും കിട്ടി.
ds0 ബൈ dx വാല്യൂ കിട്ടി, ds1 ബൈ dx വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ ദെൻ h കട്ട് ds1 ബൈ dx ഡിവൈഡഡ് ബൈ ds0 ബൈ dx ഈക്വൽ ടു ഫസ്റ്റ് ഈ വാല്യൂ h കട്ട് ഇൻറ്റു ഈ വാല്യൂ I by 2k into dk by dx divided by kh കട്ട്. സോ ഇവിടെ h കട്ടും കട്ടായി പോകും. നമുക്ക് കിട്ടുന്നത് I by 2k സ്ക്വയർ dk by dx. ഇത് h കട്ട് ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി ഗെറ്റ് substitute 2 in 1 we get I by 2 k square dk by dx very less than 1. ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ I പോവും. അപ്പോൾ 1 by 2 k square ഇവിടെ 2 നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കോൺസ്റ്റൻ്റ് ടൈം ആയതുകൊണ്ട് മാറ്റി കഴിഞ്ഞാൽ മോഡുലസ് എടുക്കുമ്പോൾ 1 ബൈ കെ സ്ക്വയർ ഡി കെ ബൈ ഡി എക്സ് വെരി ലെസ് ദാൻ 1 എന്ന് വരും. ഇവിടെ കെ സ്ക്വയർ എന്ന് പറയുന്നത് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ്. ഇതിനെ ഈ കെ സ്ക്വയറിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ റീഅറേഞ്ച് വി ഹാവ് 1 ബൈ കെ ഇൻറ്റു കെ dk by dx very less than 1. ഇനി നമുക്ക് ലാംഡ എന്ന് പറയുന്നത് h ബൈ പി ആണ്, അതായത് 2π ബൈ കെ. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡ. അപ്പം 1 ബൈ 2π ബൈ ലാംഡ ഇൻറ്റു കെ ഇൻറ്റു ഡി കെ ബൈ ഡി എക്സ് വെരി ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെ ലാംഡ ബൈ 2π ഇൻറ്റു കെ dk by dx very less than 1. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ സെയിം കണ്ടീഷൻ്റെ വേറൊരു ഫോം S1 S0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഈ അപ്രോക്സിമേഷൻ WKB അപ്രോക്സിമേഷൻ എവിടേക്കാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്നാണ് വാലിഡിറ്റിയിൽ പറയുന്നത്. എവിടേക്കാണ് വാലിഡ് ആകുന്നതെന്നാണ് നമ്മൾ ഈ പറയുന്നത്, ഈ കണ്ടീഷൻ പറയുന്നത്. എപ്പോഴാണ് ഇത് വെരി ലെസ് ദാൻ 1 ആകുമ്പോഴാണ്, ദിസ് കണ്ടീഷൻ വെരി ലെസ് ദാൻ 1 ആകുമ്പോഴാണ് WKB അപ്രോക്സിമേഷൻ വാലിഡ് ആകുന്നത്. സോ ദിസ് അപ്രോക്സിമേഷൻ ഈസ് വാലിഡ് ഫോർ സിസ്റ്റം ഹാവിംഗ് ലാർജ് മാസ്, ഹൈ എനർജി. This approximation is valid for system having large mass, high energy and potential slowly varying. പിന്നെ equation 3 gives that change in k should be small compared to unity. Equation 3 gives that change in k should be very small compared to unity. ഇത്രയാണ് വാലിഡിറ്റി ഓഫ് WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ സൈ പറഞ്ഞു, സൈയുടെ ഫോമുല പറഞ്ഞു. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻ, ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പാൻഷനാണ് എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. S0 S1 S2 എക്സെട്ര. ഇവിടെ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്തു. ഈ നെഗ്ലക്ഷൻ പോസിബിൾ ആകുന്ന എപ്പോഴാണ്? ഓൺലി വെൻ h കട്ട് S1 ബൈ S0 വെരി ലെസ് ദാൻ 1. അവിടെ ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഫോം എടുത്തു. പിന്നെ S1 ഉം S0 നമ്മൾ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടും, ലാംഡ ബൈ 2πk dk by dx വെരി ലെസ് ദാൻ 1. സോ ഈ അപ്രോക്സിമേഷൻ വാലിഡ് ആകുന്നത് എപ്പോഴാണ്? ലാർജ് മാസ് ഉള്ളപ്പം, ഹൈ എനർജി ഉള്ളപ്പം,
പിന്നെ പൊട്ടൻഷ്യൽ സ്ലോലി വേരിയിങ് ആകുമ്പോഴത്തേനും ഇക്വേഷൻ 3 നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കെ എന്ന് പറയുന്നത് ഷുഡ് ബി വെരി സ്മോൾ കമ്പയർഡ് ടു യൂണിറ്റ്. ഇത്രയാണ് വാലിഡിറ്റി ഓഫ് WKB മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ കണക്ഷൻ ഫോർമുലയും വാലിഡിറ്റി ഓഫ് WKB മെത്തേഡും പറഞ്ഞു. ഇനിയുള്ളത് ബാരിയർ പെനിട്രേഷനും ആൽഫ എമിഷനുമാണ്.